നമസ്കാരം. 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 ആരാ മനസ്സിലായില്ല? വിജയലക്ഷ്മി സാർ. അയ്യോ, ഞാനല്ല, എന്റെ ഭാര്യയാണ്. ഞങ്ങള് വർണ്ണശാല വാരിയെന്ന് വരുന്നവരാണ്. ഓണപ്പതിപ്പിലേക്ക് സാറിന്റെ വയസ്സിന്റെ ഒരു കഥ വേണം. ഓ ശരി. ആ, നിങ്ങളോ? ഞങ്ങൾ സെന്റ് ജോസഫ് കോളേജ് സ്റ്റുഡൻസ് ആണ്. ആർട്സ് ക്ലബിന്റെ ഇനാഗ്രേഷന് വിജയലക്ഷ്മി സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നാണ്. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളിക്കാം. ഓ, ഡാഡി എന്താ തനിയെ സംസാരിച്ചോണ്ട് വരുന്നത്? ഞങ്ങൾ വർണ്ണശാല വാരികയിൽ നിന്നും വരികയാണ്. ഓ, നമസ്കാരം. ഞങ്ങളുടെ ഓണപ്പതിപ്പിലേക്ക് സാറിന്റെ വൈഫിന്റെ ഒരു കഥ വേണം. ഓ, അത് ശരി. ഒന്ന്, ഞങ്ങൾ സെന്റ് ജോസഫ് കോളേജ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ ആർട്സ് ഇനോഗ്രേഷന് വിജയലക്ഷ്മി സാറിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണ്. രണ്ട്, നീ നിന്റെ മമ്മിയോട് അന്തപുരത്ത് എഴുന്നള്ളി വരാൻ പറയണം. ഓ, ഉത്തരവ്. ആ, പിന്നെ വേഗം റെഡിയാണ്. ഇന്ന് എനിക്ക് 9:00 മുമ്പ് ആഫീസ് എത്തണം. ശരി. മമ്മി, ആരോ 2-3 പേർ കാണാൻ വന്നിരിക്കുന്നു. ആര്? ഏതോ പത്രക്കാരോ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? ഓണപ്പതിപ്പിലേക്ക് വിജയലക്ഷ്മി സാറിന്റെ ഒരു കഥ വേണമായിരുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും 1 മാസം കഴിഞ്ഞ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. എന്നാ ഞങ്ങൾ വരട്ടെ. നിങ്ങൾ വന്നത് ഞങ്ങളുടെ കോളേജിലെ ആർട്സ് ക്ലബിന്റെ ഇനാഗുറേഷൻ ആണെങ്കിൽ എന്നെപ്പോലുള്ള എഴുത്തുകാരേക്കാൾ നല്ലത് വല്ല സിനിമാ താരങ്ങളെ ക്ഷണിക്കുന്നതാണ്. ഈ വർഷം സിനിമാക്കാരും വേണ്ടെന്നാണ് സ്റ്റുഡൻസിന്റെ എല്ലാ അഭിപ്രായം. മാഡം, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ. എന്നാ നിങ്ങളുടെ ഇനാഗുറേഷൻ? ഈ മാസം 20-ാം തീയതി. ഓ, അന്ന് എനിക്ക് ഞങ്ങളുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഐ എം സോറി. വരട്ടെ. വരട്ടെ മാഡം. ഡാഡി, ഡാഡി, ഞാൻ റെഡി. വരുന്നു. വരട്ടെ ഡാഡി. ബൈ. ബൈ. അക്കൗണ്ട് എടുത്ത് കൊടുക്കും.
എന്തിനാ എപ്പോഴും ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നേ? അയ്യോടാ. താനിത് എവിടെ കൊണ്ടുവന്നു? മാനേജറുടെ മുറിയിൽ. ആര് പറഞ്ഞു? ഇതിവിടെ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടാ. താനോടെ വെറുതെ ഇരിക്കുന്നൊക്കെ എടുത്ത് മാനേജർ മുറി കൊണ്ട് കൊടുക്കും? അല്ല, മാനേജർ ചുമ്മാ ഇരിക്കുന്നോണ്ടാ. ഈസ് എ സുപ്പീരിയർ ഓഫീസർ. താൻ ഇവിടുത്തെ ഇംഗ്ലീഷ് ഒന്നും പറയണ്ട, മലയാളം പറഞ്ഞാൽ മതി. അങ്ങനെ പറയരുത്. ദാറ്റ്സ് മൈ ഹാബിറ്റ്. അതിന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി സാർ. ഇംഗ്ലീഷ് പറയുന്നോ? യെസ്. അല്ല, തനിക്ക് മലയാളം പറഞ്ഞാലെന്താ? മലയാളം പറയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവില്ല സാർ. ഞാനാ പറഞ്ഞു എന്നോട്? നമ്മുടെ ക്ലാർക്ക് നാരായണസ്വാമി, ഹി ടോക്ക് ടു മീ. അവിടെ വെച്ചിട്ട് പോളൂ. നല്ല സാറ്. കോൺഫറൻസ് കഴിഞ്ഞ് എപ്പോ വന്ന്? ഇന്നലെ വൈകിട്ടെത്തി. എങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടാകുമോ? ട്രാൻസ്ഫർ ഉണ്ടാകാനാണ് സാധ്യത. സ്ഥാപിതോ ബാംഗ്ലൂരിൽ പോയത്? സുഖവാസത്തിനാണോ? എടോ കുട്ടാ, താനിങ്ങനെ ഒതുങ്ങി ഒബീഡിയന്റ് ആയിട്ട് നിർത്തി യാതൊരു കാര്യമില്ല. ശരിക്ക് പിടിക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് തട്ടി വല്ല മധ്യപ്രദേശോ ബീഹാറിലോ കൊണ്ടിടും. പിന്നെ 3 കൊല്ലം കഴിയുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും തട്ടും. നമ്മൾ അതിൻ്റെതായ വഴിക്ക് നീങ്ങിയില്ലെങ്കിൽ നമ്മളെ ഒരു ഫുട്ബോൾ തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും കാക്ക പിടിക്കാനൊന്നും വയ്യടോ കുറുപ്പേ. താൻ ഇങ്ങനെ ഒരു തണുപ്പനായി പോയല്ലോ. പഠിച്ചുകൊണ്ട് താൻ എന്ത് സ്മാർട്ടായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന കണ്ടില്ലേ, കോൾഡ് സ്റ്റോറേജ് വെച്ച കോഴിയെ പോലെ മരവിച്ച്. ഇന്നലെ ആ മാത്യു സാറ് വിളിച്ചിരുന്നു. ഡെപ്പോസിറ്റ് ആരും പറയാരാ? ഇതെന്താ സാറേ, താറുവിപ്പേന്ന് ഒഴുകുന്ന പോലെ? പുഷ്പാകത എന്ത് കിട്ടിയാലും അകത്തോട്ട് തള്ളിക്കാൻ എന്നുള്ള വിചാരമേ ഉള്ളൂ മനുഷ്യന്റെ മേലിത്തേക്ക്. അയ്യേ, അത് തനിക്ക് വെറുതെ നിന്നൂടെ? അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി സാർ. ദാറ്റ്സ് മൈ കോൺട്രിബ്യൂഷൻസ് ഓഫ്. മതി മതി മതി. ഇതാ സെക്ഷൻ കൊണ്ട് കൊടുക്ക്. അങ്ങനെ വെറുതെ ഇരിക്കുമായിരിക്കും അല്ലേ? മാഡത്തിന് മുതലാളി വിളിക്കുന്നു. ഇതൊന്ന് നോക്കിയേ. എന്താണ് സാർ? എന്റെ ഭാരതമ്മി, പുതിയ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ വാരിയുടെ സർക്കുലേഷൻ കുറയുന്ന ലക്ഷണമാണ്. വേണ്ടേ? എറണാകുളത്തൊന്നും കൊല്ലത്തൊന്നും ഏജന്റുമാരയച്ച കത്തുകളാണ്. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ കോഴ്സാറെ? ഏജന്റുമാർ പറഞ്ഞ പ്രകാരമാണ് ഡോക്ടർ പന്തിയും വാരഫലവും ഒക്കെ തുടങ്ങിയത്. കോമ്പറ്റീഷൻ ഒരുപാടായില്ല ഭാരതമ്മി. ഇതുവരെ ഒരു വാരിയിലും വരാത്ത പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കാര്യം അവതാളത്തിലാവും. സർക്കുലേഷൻ കൂടാൻ എന്തെങ്കിലും ഒരു ഏർപ്പാട് ഉടനെ ഉണ്ടാക്കണം. പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. പക്ഷേ എനിക്ക് വാരിയുടെ സർക്കുലേഷൻ കൂടണം. കള്ളു വിറ്റ് കിട്ടിയ കാശ് പത്രത്തിൽ കളയാൻ പറ്റത്തില്ല. നോക്കാം സാർ. ഞാനാ. ചേട്ടൻ ബാങ്കിൽ നിന്ന് വരുമ്പോഴേ കുട്ടനെയും കൂട്ടി നേരെ കുട്ടന്റെ വീട്ടിലേക്ക് പോണം. ഞാൻ കോളേജിൽ ചെന്ന്
വിജയലക്ഷ്മി വിളിച്ചിട്ട് നേരെ അവിടെ വരാം. ആ എന്താ വിശേഷം? വിജയലക്ഷ്മി ഒന്ന് കാണണം. അവളെ കണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തിനാ അവരെ കൊണ്ട് വല്ല കഥയോ നോവലോ മറ്റോ എഴുതിക്കാണോ? എടി അവര് നന്നായിട്ട് വല്ലതൊക്കെ എഴുതുന്ന സ്ത്രീയാ. നിന്റെ ചവറ് പത്രത്തിൽ എഴുതിച്ച് അവർക്ക് ഇപ്പോഴുള്ള പേര് ഇല്ലാതാക്കരുതേ. എന്തോന്നാ പറഞ്ഞ? ചവറോ? എത്ര ലക്ഷം കോപ്പി അടിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? 2 lakhs. ഓ, ആർക്കാ ഇപ്പൊ വാവുകൊണ്ട് പറയാൻ പാടില്ലത്? നിങ്ങൾ ടെലിഫോൺ താഴെ വയ്ക്കുന്നുണ്ടോ? വിജയലക്ഷ്മി, നിങ്ങൾ പറ്റുള്ളൂ. ചേച്ചി എന്താ ഇവിടെ? നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. നിന്നെയും കുട്ടി വീട്ടിലേക്ക് പോകാൻ കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, നമ്മുടെ ആളും കുട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താ കാര്യം? വാരികയിൽ ഉടനെ എന്തെങ്കിലും പുതിയ പങ്ക്തികൾ തുടങ്ങണം. വായനക്കാരെ ആകർഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം അത്. ഇല്ലെങ്കിൽ വാരികയുടെ സർക്കുലേഷൻ കുറയും. അതുകൊണ്ട് 2-3 നല്ല പങ്ക്തികൾ നീ സജസ്റ്റ് ചെയ്യണം. പേരുള്ള ആരുടെയെങ്കിലും 1-2 നോവലുകൾ തുടങ്ങണം. ഓ, നോവലുകൾ ഏത് വാരിക എടുത്താലും 4-5 തുടർക്കഥകളുണ്ട്. പിന്നെ ഞങ്ങളുടേത് മഹിളാ വാരികയാണെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കണം നീ സജസ്റ്റ് ചെയ്യണം. ഏതായാലും നമുക്ക് വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാം. വരൂ. ആ, താങ്ക് യു. നല്ലോ മഹിളാ സമാജം. ഇതേ വിജയലക്ഷ്മി, ഇവള് കോളേജിൽ വന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാന്ന് മനസ്സിലായോ? ഇവിടെ ആ ചവറ് പത്രത്തിൽ നിന്നെ കൊണ്ടെന്തോ കഥയോ നോവലോ മറ്റോ എഴുതിക്കാനാ. ചവറ് അതിനല്ലാതെ എനിക്കിവിടെ വന്നൂടെ? എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ നീ ഇവിടെ വരുമോ ഡി ഭാരതി? പിന്നെ ആ, മഹിളകൾക്കകത്തേക്ക് ഗമിക്കാം. ഇവിടെ ഞങ്ങൾ പുരുഷന്മാരുടെ വിഹാര കേന്ദ്രമാക്കാൻ പോവാ. മൂക്കറ്റം കുടിച്ച് ഇവിടെ കിടന്നല്ലേ പിന്നെ എന്നെ കൊണ്ട് പൊക്കിക്കൊണ്ടു പോവാൻ വയ്യ. പറഞ്ഞേക്കാം കുട്ടാ, ഒരു പെഗ് കൂടുതൽ കൊടുക്കരുത്. ഒന്ന് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. കേട്ടല്ലോ? പിന്നെ അവക്ക് വലിയ നിശ്ചയമല്ലേ? ഒന്ന് കഴിഞ്ഞാ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ചേച്ചി ഈടായിട്ട് ഇങ്ങോട്ട് കാണാറില്ലല്ലോ. എങ്ങനെയാ? ഓഫീസ് വിട്ടാ വീട്, വീട് വിട്ടാ ഓഫീസ്. പിന്നെ വീക്കിലിയിലേക്കുള്ള പണികൾ നോക്കാൻ തന്നെ നേരം ശരിയായിരിക്കും. അല്ല, നീ ഈടായിട്ട് ഒന്നും എഴുതാറില്ലേ? ഒന്നും കാണാനില്ലല്ലോ. കുറെ ദിവസമായിട്ട് ഒന്നും എഴുതാൻ തോന്നുന്നില്ല ചേച്ചി. ആകെ ഒരു മൂഡൌട്ട്. ഓ, വലിയ മൂഡൌട്ട്. ഈ എഴുന്നനെ മൂഡിന്റെ ഔട്ടിന്റെ ഒന്നും ഒരു കാര്യമില്ല. എഴുതുവാനുള്ള മനസ്സിന്റെ ദാഹം എന്നൊക്കെ ചില നോവൽസുകൾ തട്ടിവിടുന്നത് കേൾക്കാം. മണ്ണാൻ കട്ട. എന്നെ തന്നെ നോക്ക്. ഒരു ദിവസം എത്ര മാറ്ററുകളാണ് ഞാൻ എഴുതള്ളുന്നത്. വാരികയിലേക്കുള്ള സ്ഥിരം മാറ്ററുകൾ എഴുതുന്ന പോലെയാണോ നോവലും കഥകളും ഒക്കെ എഴുതുന്നത്? രണ്ടും സാഹിത്യ സൃഷ്ടി തന്നെയല്ലേ? അല്ല മോളെ, നിനക്ക് കാപ്പിയൊക്കെ ഇടാൻ അറിയാമോ? അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? അതല്ല, നീ പഠിച്ചതും വളർന്നതും ഒക്കെ കോൺവെന്റിലല്ലേ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. എന്ന് വെച്ച് കാപ്പിയൊക്കെ ഇടാൻ അറിയാൻ പാടില്ലാത്ത ആരാണുള്ളത്? ആ, മിട്ടിക്ക് പെൺകുട്ടികളായ അങ്ങനെയൊക്കെ വേണം. ആ മോളെ, നമ്മുടെ ആള് അവിടെ എന്ത് കണ്ടീഷനില്ല? നല്ല കണ്ടീഷനില്ല. നിന്റെ ഡാഡിയോ? ഡാഡി നോർമലാ. വിവരമുള്ളവരൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷെ നമ്മുടെ ആള് ലിക്കർ കണ്ടാ മതി എല്ലാം മറക്കും. വിജയലക്ഷ്മി, ഇനി ഞാൻ ഇവിടെ ഇരുന്നാലേ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ മോശമാവും.
എന്റെ കൂട്ടാ, എനിക്ക് നീയല്ലാതെ ആരുണ്ട് കൂട്ടാ? അവള് പോയി, എന്റെ ഭാരതി പോയി കൂട്ടാ. എന്റെ ഭാര്യ മരിച്ചു പോയി കൂട്ടാ. ഭാരതിയല്ലേ നിൽക്കുന്നത്? അതവിടെ പ്രേതമാണ് കൂട്ടാ. അവള് പോയി ഒരു പുകച്ചുരുള് പോലെ പറന്ന് പറന്ന് ആകാശത്തേക്ക് പോയി കൂട്ടാ. എനിക്കിനി ആരുണ്ട്? ഒന്നുകൂടെ ഒഴിക്കട്ടെ? ഒന്നുകൂടെ ഒഴിക്കാം? വേണ്ട, എന്റെ കാല് തിരുവി തരാനും വെള്ളം ചൂടാക്കി തരാനും ഇടയ്ക്കിടയ്ക്ക് എന്നെ ചീത്ത വിളിക്കാനും ആരുണ്ട് കൂട്ടാ? പോലെ പോയി എന്റെ ഭാരതി. ഞാൻ ഇനി എന്ത് ചെയ്യുക എന്റെ പൊന്നു കൂട്ടാ? എനിക്കവിടെ പോയി. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു കമ്പനിക്കും വിടാത്തത്. ഇച്ചിരി വെള്ളം അകത്ത് എന്നാ മതി, അപ്പൊ തുടങ്ങും ഞാൻ മരിച്ചെന്ന് പറഞ്ഞു. എന്റെ ഭാരതി മരിച്ചുപോയി. ഒന്ന് പിടിക്ക, പോയി കൂട്ടാ. വേറൊരു ഭാരതി കല്യാണം കഴിച്ചു. അത് ശരിയാകത്തില്ല കൂട്ടാ. ഇതിനെ തന്നെ ശരിയാക്കുന്ന പാടെനിക്കറിയാം. ഭാരതി, നമുക്ക് ആകാശത്ത് വെച്ച് കാണാം. അതൊക്കെ